Hi, welcome back to new video. I'm Dr. Junaid, naturopathy and yoga physician. ബാക്ക് പെയിൻ നടുവേദന ചികിത്സിച്ചിട്ട് മാറുന്നുമില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് തിരിച്ചറിയാനും പറ്റുന്നില്ല. ഇതൊക്കെയാണ് നിങ്ങൾ അലട്ടുന്ന പ്രശ്നമെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. 90 മുതൽ 95% വരുന്ന ബാക്ക് പെയിൻ കേസുകളുടെയും കൃത്യമായ കാരണം തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പണ്ടൊക്കെ ശാരീരിക അധ്വാനം കൂടിയത് കാരണം വരുന്ന പ്രശ്നമാണെങ്കിൽ ഇന്ന് ശാരീരിക അധ്വാനം കുറയുന്ന ആളുകളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. ഒട്ടുമിക്ക ബാക്ക് പെയിൻ കേസുകളുടെയും പിന്നിൽ ലിവർ എന്ന ആന്തരിക അവയവത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 3 തരത്തിൽ ലിവർ എന്ന ആന്തരിക അവയവവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ബാക്ക് പെയിൻ ഉണ്ടാക്കാനും അത് ലോങ് ടേമായി ദീർഘമായി നിലനിൽക്കാനും കാരണമാകുന്നുണ്ട്. ഒന്നാമത്തത് റെഫേർഡ് പെയിൻ ആണ്. ലിവറിൻ്റെ ഉള്ളിൽ ഇൻഫ്ലമേഷനോ നീർക്കെട്ടോ അല്ലെങ്കിൽ വ്രണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വേദന തോന്നാതെ നമ്മുടെ ലോവർ ബാക്കിലോ ഷോൾഡറിലോ വേദന തോന്നുന്ന അവസ്ഥയാണ് ഈ റെഫേർഡ് പെയിൻ. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ലോവർ ബാക്കിലും അല്ലെങ്കിൽ ഇതുപോലെ ഷോൾഡറിലൊക്കെ വരുന്ന നെർവുകൾ സുഷുമ്നയുടെ സ്പൈനൽ കോഡിൻ്റെ എവിടെയാണോ പ്രവേശിക്കുന്നത് അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ലിവറിൽ നിന്നും വരുന്ന നെർവുകളും പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ സിഗ്നലുകൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ബ്രെയിനിന് കൺഫ്യൂസ് ആയി പോകും. ലിവറിൻ്റെ വേദന പോലും ബാക്ക് പെയിൻ ആയിട്ട് തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് മാത്രമല്ല ഞാൻ ലിവറാണ് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അതിനപ്പുറമായിട്ട് ലിവർ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ്. ഫാറ്റൊക്കെ ബിൽഡപ്പായി അത് വലുതാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഈ ഫാറ്റി ലിവർ ഡിസീസ് ഒക്കെ ഉള്ള ആളുകളിൽ ഇത് പൊതുവെ കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. അതിനെ പറയുന്ന പേരാണ് ഹെപ്പാറ്റോമെഗാലി. ഇങ്ങനെ ഇത് വലുതാകുന്ന സമയത്ത് നമ്മുടെ ബോഡി ഷേപ്പ് മാറും, വയറ് ചാടും, നമ്മുടെ പോസ്ചർ മാറും, നമ്മുടെ നട്ടലിൻ്റെ സ്വാഭാവികമായിട്ടുള്ള വളവുകളും തെറ്റും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ചെറിയ തരത്തിലുള്ള ഡിസ്കംഫേർട്ട് തൊട്ട് ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ പെർമനൻ്റ് ആയ ഡാമേജുകൾ വരെ ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട്. അതിനപ്പുറമായിട്ട് ലിവറിനെ നമുക്കൊരു ന്യൂട്രിയൻ ഫാക്ടറി എന്ന് വിളിക്കാം. മസിൽസിനും ജോയിൻസിനും ബോൺസിനും ഒക്കെ അത്യാവശ്യമായിട്ടുള്ള പല ന്യൂട്രിയൻസുകളും പ്രോസസ്സ് ചെയ്യുന്നതിലും വിതരണം ചെയ്യുന്നതിലും ലിവറിന് വലിയ പങ്കാണുള്ളത്. ഇതിൽ ഫാറ്റ് അക്യുമുലേറ്റ് ആയാലോ നീർക്കെട്ടുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ന്യൂട്രിയൻസുകൾ കൃത്യമായി ഇന്ന ഭാഗങ്ങളിലേക്ക് എത്തുന്നതിൽ അത് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ ആന്തരികമായ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബാഹ്യമായി ഏത് തരത്തിലുള്ള ചികിത്സ ചെയ്താലും ടെമ്പററി ആയിട്ടുള്ള റിലീഫ് കിട്ടുമെന്നല്ലാതെ ഇന്റേണൽ ആയിട്ടുള്ള ഈ പ്രശ്നത്തെ സോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുകയുള്ളൂ. ഇതിൻ്റെ പരിഹാരമായി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 2 സ്റ്റെപ്പാണ്. ഒന്നാമത്തത് ഒരു ഹൈജീനിക് ലൈഫ് സ്റ്റൈലാണ്. ഇവിടെ ഞാൻ പറയുന്ന ഹൈജീനിക് ലൈഫ് സ്റ്റൈൽ നമ്മുടെ പുറമേ കാണിക്കുന്ന ശുചിത്വമല്ല, നമ്മുടെ ഇൻറ്റേർണൽ ക്ലെൻലിനെസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് മദ്യപാനം, സ്മോക്കിംഗ് അതുപോലുള്ള ദുശീലങ്ങൾ ഒഴിവാക്കാം. രണ്ടാമത്തത് പ്രോസസ്ഡും വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങളും അതുപോലെ മൈദ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതും കാനഡ് ആയിട്ടുള്ള ഫുഡുകളും കോൾഡ് ഡ്രിങ്ക്സുകളും ആർട്ടിഫിഷ്യൽ ഷുഗർ അടങ്ങിയിട്ടുള്ളതും പഞ്ചസാരയും ഒക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നീടുള്ളത് വ്യായാമം ചെയ്യാം. വ്യായാമം നമ്മുടെ ശരീരത്തിൽ കൊടുക്കുന്ന എനർജിയും അത് ഉപയോഗപ്പെടുത്തുന്ന രീതിയും തമ്മിൽ ബാലൻസ് ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ ഹൈജീന് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ 3 സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നല്ലൊരു ഡയറ്ററി പ്രോട്ടോക്കോളാണ്. ആദ്യം തന്നെ നമ്മുടെ ആഹാര രീതിയെ 2ആയി തരം തിരിക്കുക. അതിൽ ഒരു മേജർ മീൽ ഉണ്ടാവണം, അതുപോലെ മൈനർ മീൽ ഉണ്ടാവണം. 2 സമയത്ത് നമുക്ക് മേജർ മീൽ കഴിക്കാം, ഒരു സമയം നമുക്ക് മൈനർ മീൽ കഴിച്ചാൽ മതി. മേജർ മീൽ പൊതുവെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും വേണ്ടി തയ്യാറാക്കുക, മൈനർ മീലിൽ രാത്രിയത്തേക്കും തയ്യാറാക്കാം. മേജർ മീലിൽ എന്താണ് ചെയ്യേണ്ടത്? അതിൽ 3 തരത്തിലുള്ള സ്റ്റെപ്പായി ഫോളോ ചെയ്യുന്ന ഒരു ആഹാര രീതിയാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ 3 സ്റ്റെപ്പായി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാ തരത്തിലുള്ള ന്യൂട്രിയൻസ് എത്തണമെന്നും അതുപോലെ ഇൻസ്റ്റൻറ്റ് കലോറി മാത്രം ശരീരത്തിലേക്ക് അധികം എത്തുന്നില്ല എന്നും കൂടി ഉറപ്പ് വരുത്താൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ 3 സ്റ്റെപ്പായ രീതിയിൽ ഈ മേജർ മീൽ കഴിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഒരു 250 ml വരുന്ന ബോയിൽഡ് വെജിറ്റബിൾ കഴിക്കുക എന്നുള്ളതാണ്. അത് ഒരു കപ്പോളം വരുന്ന വെജിറ്റബിളാണ്. അത് കഴിച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് നല്ല ഓയിലുകൾ കഴിക്കാം. നല്ല ഓയിലുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട കഴിക്കാം, അല്ലെങ്കിൽ വിർജിൻ ഒലീവ് ഓയിൽ കഴിക്കാം, അല്ലെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് കഴിക്കുന്നവരുണ്ടെങ്കിൽ അത് കഴിക്കാം. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് റൈസോ റൊട്ടിയോ മറ്റെന്തെങ്കിലും കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയിട്ടുള്ള ആഹാരം, അതിൻ്റെ കൂടെ ഗ്രേവി, നോൺ വെജ് വേണമെങ്കിൽ നോൺ വെജ് എല്ലാം ചേർത്ത് കഴിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കാർബോഹൈഡ്രേറ്റ്, അതായത് റൊട്ടി അതുപോലെ റൈസ് പോലുള്ള ആഹാരങ്ങളൊക്കെ ഏറ്റവും കുറക്കാൻ ശ്രമിക്കുക. പൊതുവേ നിങ്ങൾ മുമ്പ് വെജിറ്റബിളും നല്ല ഓയിലും കഴിച്ചതുകൊണ്ട് നിങ്ങളുടെ വിശപ്പ് കുറയും. എന്നിരുന്നാൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം, അത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ശീലം ഒന്ന് നമുക്ക് ഈ രീതിയിലേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്.
നമ്മുടെ മൈനർ മീൽ വെജിറ്റബിളിൻ്റെയോ ഫ്രൂട്ട്സിൻ്റെയോ സലാഡ് കഴിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കലോറി കുറഞ്ഞിട്ടുള്ള സ്മൂത്തിയൊക്കെ കഴിക്കുന്നതായിരിക്കും നല്ലത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ അളവിൽ കഴിക്കേണ്ടത് രാത്രിയിൽ എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം രാത്രിയിൽ നമ്മൾ ഡീപ്പായി ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ലിവറിൽ ഒരുപാട് ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്ന സമയമാണ്. ഏറ്റവും പീക്ക് ലെവലിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ അതിനൊരു സപ്പോർട്ടായി കൂടി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാത്രിയിൽ മൈനർ മീൽ മാത്രം കഴിക്കാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ 2 സ്റ്റെപ്പ്, ഹൈജീനിക് ലൈഫ് സ്റ്റൈലും അതുപോലെ ഈ നല്ലൊരു ഡയറ്ററി പ്രോട്ടോക്കോളും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ലോവർ ബാക്ക് പെയിൻ കുറയുന്നതാണ്. നിങ്ങൾ മരുന്ന് ഈ വേദന സംഹാരി കഴിക്കുന്നത് പോലെ പെട്ടെന്ന് കുറയുമെന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്. പക്ഷേ ഇത് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ നല്ല ചികിത്സകൾ എടുത്തു കഴിഞ്ഞാൽ ലോങ് ടേമിൽ നിങ്ങൾക്ക് വേദന കുറയുമെന്ന് മാത്രമല്ല നല്ല സ്ഥിരതയുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇത് തീർച്ചയായും ഷെയർ ചെയ്തും കൊടുക്കുക. അടുത്ത നല്ലൊരു കണ്ടന്റ് ആയിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.